ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു സ്ട്രെയിറ്റ് പലാസോ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാവേ. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചുരിദാർ മെറ്റീരിയലിനകത്തുള്ള ടോപ്പ് നമ്മൾ കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. ഇത് നമ്മുടെ ആ ഒരു ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്ന് നമ്മൾ മടക്കി വെച്ചിരുന്ന ഭാഗമാണ്. അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അയൺ ചെയ്ത് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ പറയാം, ഈ സൈഡ് ഓപ്പൺ ആണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം തന്നെ അടയാളപ്പെടുത്തുന്നത് 2 ഇഞ്ച് നീക്കി നമ്മുടെ വേസ്റ്റ് പാൻറ്റിനുള്ള ആ ഒരു ഭാഗമാണ്. നമ്മൾ സെപ്പറേറ്റ് മെറ്റീരിയൽ കൊണ്ടല്ല വേസ്റ്റ് പാൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു പാൻറ്റിൻ്റെ ആ മുകൾ ഭാഗം ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ എലാസ്റ്റിക് വയ്ക്കാനുള്ള ഭാഗം ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ 2 ഇഞ്ച് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനുള്ള ആ ഒരു ഭാഗം നമുക്ക് ആദ്യം തന്നെ അങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കാവേ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന 1 ഇഞ്ചിൻ്റെ വീതിയുള്ള ഇലാസ്റ്റിക്കാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് എടുത്തത്. അപ്പോൾ തയ്യൽ തുമ്പ് എല്ലാം കൂടി കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് നമുക്ക് ആ പാൻറ്റിൻ്റെ ഇലാസ്റ്റിക് പിടിപ്പിക്കാനുള്ള തുണിയോടെ കാണും. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത് വരുന്നത്, ഇതിൻ്റെ ആ ഒരു വേസ്റ്റ് ഭാഗത്ത് നമുക്ക് കസ്റ്റമറിന് വരുന്ന ഒരു 40 ഇഞ്ചാണ് സൈസ്. അപ്പോൾ ഞാനിവിടെ ഒരു 14 ഇഞ്ചാണ് ഇതിൻ്റെ ആ ഒരു മുകളിലത്തെ വേസ്റ്റ് റൗണ്ടായിട്ട് ഇവിടെ ഒരു സൈഡിൽ ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇതുപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ക്രോച്ച് അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മൾ താഴേക്ക്, ഇതിപ്പോൾ ഒരു ലാർജ് എക്സൽ സൈസുകാർക്ക് വരെയുള്ള ഒരു സൈസാണ്. ഇപ്പം നമ്മൾ 15 ഇഞ്ചാണ് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ആ 2 ഇഞ്ചിൽ നിന്നാണ് താഴേക്ക് ആ ഒരു 15 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തത്. ഇനി ഇതാ ഈ 15 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തും 14 ഇഞ്ച് നമ്മൾ മുകളിൽ എടുത്തതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് നമുക്കതൊരു ബോക്സ് പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ. അപ്പം ഞാൻ തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എടുക്കുന്ന എല്ലാ ഏകദേശം സ്ട്രെയിറ്റ് പലാസോ വരുന്ന പാൻറ്റിനും ഞാൻ ആ ഭാഗം 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഇതാ സൈഡിലേക്ക് വരുന്ന ഭാഗം ഒരു 3 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയത്. അപ്പോൾ ചിലവർക്ക് പറയാറുണ്ട്, നമ്മുടെ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗം ഇച്ചിരി കൂടെ കൂട്ടിയിടണമെന്ന് പറയുന്നവർക്ക് ഞാൻ എക്സ്ട്രാ ഇച്ചിരി കൂടെ 1/2 ഇഞ്ചൊക്കെ കൂട്ടിയിടാറുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു ഫിറ്റ് വരാത്ത ഒരു രീതിയാണ് ഞാനിപ്പോൾ ഈ കാണിച്ച 3 ഇഞ്ച് ഇട്ടേക്കുന്നത്. ഇനി താഴേക്കുള്ള ലെങ്ത് നമ്മൾ ഈ 2 ഇഞ്ചിൽ നിന്നാണ് താഴേക്ക് പിടിക്കുന്നത്. അത് നമുക്ക് എത്രയാണോ ആവശ്യം. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ട് തന്നെ ഒരു 36 ഇഞ്ചാണ് നമ്മൾ താഴേക്ക് എടുക്കുന്നത്. നമ്മുടെ ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ചുള്ള ലെങ്ത് നമ്മൾ ആ ഒരു വേസ്റ്റ് പാൻറ്റിന് താഴോട്ട് വരുന്ന ഭാഗത്തേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. എങ്കിലേ പാൻറ്റിന് കറക്റ്റ് അളവിൽ ആ ഒരു ഇറക്കം ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതിനേക്കാൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടിരിക്കണം, തയ്യൽ തുമ്പൊക്കെ പോകുമ്പം കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്. ഇനി ഇതാ നമ്മുടെ ബോട്ടം വിഡ്ത്ത് വരുന്നത് ഒരു 12 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അത്യാവശ്യം ഒരു ലൂസ് ഫിറ്റിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനൊരു 12 ഇഞ്ചാണ് ഇത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു ഓപ്പൺ സൈഡാണ്. 4 മെറ്റീരിയൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കും. അതുകൊണ്ടാണ് ഈ സൈഡിലായിട്ട് ഞാൻ വര വരച്ച് കാണിച്ചത്. അവിടെ തയ്യൽ തുമ്പ് വരും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മളുടെ ആ ഒരു പാൻറ്റിൻ്റെ ബോട്ടത്തിൻ്റെ വിട്ടെടുക്കാൻ. ഇതുപോലെ ഒരു 1/2 ഇഞ്ചാണ് നമുക്കവിടെ തയ്യൽ തുമ്പ് പോണത്. ബാക്കി നമുക്ക് ആ ഒരു 10 ഇഞ്ച് വിട്ട് വരണം. ആ ഒരു രീതിയിലാണ് ഞാനവിടെ ആ ഒരു 12 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്കിത് തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗത്തെ ആ ഒരു ഷേപ്പ് കൂടി ഒന്ന് വരച്ചെടുക്കാവേ. അപ്പം ലാർജ് സൈസല്ല, എക്സലും അല്ല, അതിലും മുകളിലുള്ള ഒരു സൈസാണെങ്കിൽ നമ്മൾ ക്രോച്ചിൻ്റെ ആ ഒരു ലെങ്ത് എടുക്കുന്ന ഒരു 17 ഇഞ്ചൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു കണക്കനുസരിച്ച് എടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളവിടെ ഒരു ചെറിയൊരു ഷേപ്പ് വളച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ആ 2.5 ഇഞ്ചും 3 ഇഞ്ചും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമേ. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് ഓപ്പൺ സൈഡ് അല്ലാതെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും.
കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കണമെങ്കിൽ പെട്ടെന്നൊരു പാൻറ്റ് തയ്ച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ ചെയ്യാതെ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ആ ഒരു യോജിപ്പ് വരുന്നില്ലല്ലോ. അപ്പോൾ അതും കൂടെ കൊണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു പാൻറ്റ് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുമേ. ഇത് കുറച്ച് ഫിനിഷിങ്ങിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആ മുകൾ വശം ആ ഫോൾഡായിട്ടിരിക്കുന്ന ഭാഗം കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാവേ. അപ്പോൾ അതാ രണ്ട് ഭാഗത്തിൻ്റെയും മുകൾ വശം ഇതുപോലെ ക്ലോസ് ആയിട്ട് മടങ്ങിയിരിക്കുകയായിരുന്നു. അത് ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെതെല്ലാം സ്റ്റിച്ചിങ് ഉടനെ ആഡ് ചെയ്യുന്നതായിരിക്കുമേ. ഇനി ഇതിൻ്റെ ബാലൻസ് പീസുകളൊന്നും നമുക്ക് കളയാൻ പാടില്ല.